കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. രാമസ്വാമി അയ്യർ, തോമസ് പണിക്കർ എന്ന് പറയുന്ന 2 ആർക്കിടെക്റ്റുകളാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതലയുണ്ടത്. ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത് ശങ്കര അയ്യർ, കുളത്തൂർ അയ്യർ എന്ന് പറയുന്ന 2 പേരാണ്. ഞാനിത് പറഞ്ഞു. മറ്റൊരു പ്രത്യേകത, ഇത് 8 നിലകളാണ്. കണ്ടാൽ പെട്ടെന്ന് ആർക്കും തോന്നില്ല. ഭൂമിക്കടിയിൽ 3, ഭൂമിക്ക് 5 നിലകളുമാണ്. അപ്പുറത്തത് 19,180 ചതുരശ്ര മീറ്ററും ഇത് 42,570 ചതുരശ്ര മീറ്ററുമാണ്. ഈ ഹാളിൻ്റെ വിസ്തൃതി 1,340 ചതുരശ്ര മീറ്ററാണ്. മൊത്തം നമ്മളിപ്പോൾ 186 സീറ്റുണ്ട്. നമുക്ക് ഇപ്പോൾ MLA-മാർ 140 പേരേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, 8 നിലകൾ എന്നതുപോലെ 8 എലിവേറ്ററുകൾ നമുക്കുണ്ട്. ഇത് മറ്റൊരിടത്തും കാണാത്തൊരു പ്രത്യേകതയാണ്. അഷ്ടഭുജാകൃതിയാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ. നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന മേൽത്തരം തേക്ക് ഉപയോഗിച്ചാണ് ഫർണിച്ചർ എല്ലാം ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ജൂട്ട് ഉപയോഗിച്ചാണ് സൈഡ് പാനലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 170 ഹാലജൻ ലാമ്പുകളാണ് നമുക്ക് ആവശ്യമായ പ്രകാശം നൽകുന്നത്. റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശമാണ് നമുക്കിവിടെ എത്തുന്നത്. അതുകൊണ്ട് സഭയിൽ നിഴലുകളില്ല. മറ്റൊരു പ്രത്യേകത, ഒരിടവും കാണാത്തൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന റൂഫ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന K13 എന്ന് പറയുന്ന സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് തേച്ചിരിക്കുന്നത്. ഇതിനകത്ത് പൂശിയിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്, ശബ്ദ പ്രതിധ്വനി ഉണ്ടാകുന്നില്ല. റഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ പല്ലി, പാറ്റ, പക്ഷികളൊന്നും കൂടുവെക്കുന്നില്ല. ശരിക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത്. ഇനി സഭയിലേക്ക് പോവുകയാണെങ്കിൽ നേരെ ഗാന്ധിജിയുടെ ചിത്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഒരു വാതിലുണ്ട്, റാ പോലത്തെ ഒരു വാതിൽ. ആ വാതിലിലൂടെ സ്പീക്കർ വരുന്നത്. ആ കസേര സ്പീക്കറുടെ കസേരയാണ്. അവിടെ കമ്പ്യൂട്ടറുണ്ട്. അതിൽ അംഗങ്ങളുടെ ക്രമം, സ്പീക്കർ എവിടെയാണ്, ഓരോ അംഗങ്ങളും എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും, സ്പീക്കർക്ക് അറിയാൻ കഴിയും. അതോടൊപ്പം അംഗങ്ങളുടെ മൈക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള കൺട്രോളിംഗ് സിസ്റ്റവും അതിനകത്തുണ്ട്. ആ വേലി പോലെ വളച്ചു കെട്ടിയ ഭാഗത്തെ സ്പീക്കറുടെ ഡയസ് എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് പോലെ സ്പീക്കറുടെ തൊട്ടു ബാക്കിലായി ഒരു ചെറിയ കസേരയുണ്ട്. അത് പോലീസിലെ ഡെപ്യൂട്ടി കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ കാക്കി ഊരി മാറ്റി ഞങ്ങൾ വെള്ള യൂണിഫോം നൽകി അദ്ദേഹത്തെ ചീഫ് മാർഷൽ എന്നാണ് പറയുന്നത്. ഇനി തൊട്ട് താഴെ 5 കസേരയുണ്ട്. അതിൽ നടുക്കത്തെ കസേരയിൽ നിയമസഭാ സെക്രട്ടറിയും ഇങ്ങേ അറ്റത്തെ കസേരയിൽ സ്പീക്കറുടെ PS-ഉം ബാക്കി നമ്മുടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥരും തന്നെയാണുള്ളത്. തൊട്ട് താഴെ പിന്നെയും 5 കസേരയുണ്ട്. അത് റിപ്പോർട്ടർ തസ്തികയിലെ ഉദ്യോഗസ്ഥരാണ്. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മാധ്യമത്തിൻ്റെയോ ഈ പറയുന്ന പത്രത്തിൻ്റെയോ ഒന്നുമല്ല. റിപ്പോർട്ടർ എന്ന തസ്തിക ഇവിടെയുണ്ട്. അവരുടെ ജോലി എന്ന് വെച്ചാൽ ഷോർട്ട് ഹാൻഡിൽ നിയമസഭാ പ്രസംഗങ്ങളും നടപടിക്രമങ്ങളും എഴുതിയെടുക്കുക. തൊട്ടപ്പുറത്ത് ആ കണ്ണാടിക്കപ്പുറം നമ്മൾ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തതും എഴുതിയെടുത്തതും തമ്മിൽ താരതമ്യം ചെയ്യും. ചില അൺപാർലമെന്ററി പദങ്ങളോ ദ്വയാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് റൂളിങ്ങിലൂടെ സ്പീക്കർ ഒഴിവാക്കുന്നതനുസരിച്ച് അത് ഒഴിവാക്കി അച്ചടിച്ച് നമ്മൾ ലൈബ്രറി സൂക്ഷിക്കുകയും പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ മൊത്തം 7 ഗാലറി ഉണ്ട്. അത് ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടി ആ കാണുന്ന ഗാലറി, ഇത് പബ്ലിക് ഗാലറി, ഇതും പബ്ലിക് ഗാലറി. ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നിങ്ങൾ ഇരിക്കുന്നത് സ്പീക്കേഴ്സ് ഗാലറി, വളരെ VIP-കൾക്ക് സ്പീക്കറുടെ മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്പീക്കറുടെ കത്തുമായി വരുന്ന ബന്ധുക്കൾക്കോ മറ്റോ ആൾക്കാർക്ക് ഇരുന്ന് സഭ വീക്ഷിക്കാൻ പറ്റുന്നത്. അതും പബ്ലിക് ഗാലറിയാണ്. അത് വനിതകൾ കൂടുതലായി വരികയാണെങ്കിൽ അവർ വീക്ഷിക്കുന്ന ഗാലറിയാണ്. അത് നിയമസഭയിലെ ജീവനക്കാർക്കുള്ള ഗാലറിയാണ്. ആ കറുത്ത കസേരകൾ കുറെ താഴെ കാണാം. അത് ഉദ്യോഗസ്ഥ ഗാലറിയാണ്. ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നിയമസഭ നടക്കുമ്പോൾ നിയമസഭയെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഗാലറിയാണ്. അത് ആ കണ്ണാടിക്കപ്പുറം കുറച്ചിട്ട് ചെയറുകൾ ഇട്ടിട്ടുണ്ട്. അത് VVIP ഗാലറി, അതാ വിശിഷ്ട വ്യക്തികളുടെ ഗാലറിയാണ്. രാജകുടുംബാംഗങ്ങൾ, ex-MLA-മാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, അവിടുത്തെ MLA-മാർ, കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. പത്രപ്രവർത്തകർക്കായുള്ള 2 മുഴുവൻ സമയ ഇതുണ്ട്.